നമസ്കാരം. രാധാകൃഷ്ണനാണ്. നല്ലൊരു ഓണാശംസകൾ. എനിക്കൊരു സന്തോഷമുള്ള ഒരു ഓണമായിരുന്നു. വളരെ സന്തോഷം. 3 കാര്യങ്ങളുണ്ട് സന്തോഷത്തിന്. ഒന്ന്, ഈ വർഷത്തെ ഓണം എൻ്റെ മോൻ കഷ്ടപ്പെട്ട പൈസ ഇരുന്നാണ് ചിലവാക്കിയത്. ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്തത്, വീട്ടു ചിലവുകൾ എല്ലാം എൻ്റെ മോൻ പഠിച്ച് ഒരു ജോലി വാങ്ങിച്ച് അവൻ്റെ സ്വന്തം ചിലവിൽ ഈ വർഷം ഓണം എല്ലാം എൻ്റെ മോൻ നടത്തി. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം. അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസയ്ക്ക് ഞാൻ ആഹാരം കഴിച്ചു. അതെനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. നമ്മൾ കുഞ്ഞിനെ വളർത്തി വലുതാക്കി അവൻ ജോലിക്ക് പോയി അതിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷം ഈ വർഷം എനിക്കുണ്ടായി. ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷം, നല്ലൊരു സന്തോഷമാണ് ഈ വർഷം. അതിലും ഒരു വലിയൊരു സന്തോഷം വേറൊന്നുണ്ട്. നമ്മളെ കേരളത്തിലിരുന്ന് ദുഷ്ടശക്തികൾ കുറച്ച് കാലം, എല്ലാവരെയും കുറേ കാലം പറ്റിക്കാം, എല്ലാ കാലവും പറ്റിക്കാവില്ല എന്ന് പറയും പോലെ കേരളത്തിൽ കുറേ ദുഷിച്ച ആത്മാക്കളുണ്ടായിരുന്നു. അവന്മാരാർക്കെന്നറിയാമല്ല, ഉസ്താദ്മാർ. അന്നം 3 നേരം കള്ളം പറഞ്ഞ് മതസ്പർദ്ധ വളർത്തി ജീവിക്കുന്നവന്മാർ. അത് ഉസ്താദ്മാരായാലും കൊള്ളാം, ഹിന്ദുവിലുള്ളവന്മാരായാലും കൊള്ളാം, ക്രിസ്ത്യനിലുള്ളവന്മാരായാലും കൊള്ളാം. ഈ പറഞ്ഞ ഞാൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനേ അല്ല. ജീവിതത്തിൽ ഇന്നുവരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുമില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരനല്ല. പിന്നെ അങ്ങനെയുള്ള എനിക്ക് എല്ലാ മതങ്ങളും, അതായത് ഒരു 30 വർഷത്തിന് മുമ്പ് ഇവിടെ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം എന്ന് പറഞ്ഞില്ലായിരുന്നു. ഇല്ലാതെ നല്ല എല്ലാവരും ഒരുപോലെയൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു, സന്തോഷമായിട്ട്. അതിനുശേഷമാണ് ഈ കൃമികൾ ഈ നാട്ടിൽ കയറി ഈ ഹിന്ദുവെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും തമ്മിൽ തല്ലിപ്പിച്ച്, അടുപ്പിച്ച്, മതം വെപ്പിച്ച്, വെറുപ്പിച്ച് നടന്നു. അത് ഇന്നത്തെ തലമുറ, അതായത് മുസ്ലിം കുട്ടികൾ നന്നായിട്ട് ആഘോഷം നടത്തി. ആ യുവാക്കളുണ്ട് അതിനകത്ത്. അവർ പല സ്ഥലങ്ങളും പല വീടുകളിലും ഓണം ആഘോഷിച്ച്, നമ്മളെ കേരളത്തിൻ്റെ ഉത്സവം നമ്മളെല്ലാവരും ആഘോഷിക്കണം. അതേപോലെ തന്നെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനിയായാലും റംസാൻ നിങ്ങൾ ആഘോഷിക്കണം. അതുപോലെ തന്നെ ക്രിസ്മസ് അതും നിങ്ങൾ ആഘോഷിക്കണം. എല്ലാവരും, നമ്മൾ ഈ നാട്ടിലുള്ള എല്ലാ ഉത്സവങ്ങളും നമ്മളെല്ലാവരും ജാതിമത ഭേദമില്ലാതെ ആകണം. ഇതുകൊണ്ട് ജീവിക്കുന്നവന്മാരുണ്ട്. അതുകൊണ്ട് ഈ മതം വിറ്റ് ജീവിക്കുന്നവന്മാർ ഒരുപാട് പേരുണ്ട്. അവന്മാരാണ് ഇവിടുത്തെ ക്ഷാമങ്ങൾ. കേട്ടാ, മതം വിറ്റ് ജീവിക്കുന്നവന്മാരൊക്കെ ഒരുപാട് കാലം എല്ലാവരെയും പറ്റിക്കാവില്ല. കേരളം ഒരു അറിയപ്പെടുന്ന മതസൗഹാർദ്ദ സ്ഥലമാണ്, നാടാണ് കേരളം. ആ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വെട്ടിയാക്കാൻ കുറച്ച് കാലത്തേക്ക് പറ്റിയായിരിക്കും. 3 നേരം ജോലി ചെയ്യാതെ നിങ്ങൾ 3 ഇതിലുള്ള വെട്ടി വിഴുങ്ങുന്നുണ്ട്. ഇപ്പോൾ കണ്ട ഒരു കന്യാസ്ത്രീ സിസ്റ്റർ വരെ ഈ ഓണാഘോഷത്തിൽ ഡാൻസ് കഴിച്ച് നിർത്തി. അതൊക്കെ നല്ല കാര്യം. അത് ചെയ്യട്ടെ, ആഘോഷിക്കട്ടെ, നല്ലപോലെ ആഘോഷിക്കട്ടെ. മുസ്ലിം കുഞ്ഞുങ്ങൾ അവർ നന്നായിട്ട് നൃത്തം ചെയ്ത് ഓണം എൻജോയ് വേണ്ടി ആഘോഷിക്കും. ഒരു താത്തയല്ല, അത് പാറ്റയാണ്, പാറ്റ. അത് താത്ത എന്നുള്ള പേര്, ആ പേരിനെ കൂടെ കളങ്കം ഉണ്ടാക്കാൻ വേണ്ടി വന്ന് ആ കുട്ടികളെ അനാവശ്യം പറയണത്. പിന്നെ കുറേ ഉസ്താദന്മാരുണ്ട്. യവന്മാർക്ക് വീട് ഈ മതത്തെ ഇങ്ങനെ മാറ്റിയൊക്കെ അടിച്ച് നിർത്തുന്നാൽ യുവമാർക്ക് 3 നേരം വെട്ടി ഒഴുകി ജോലിക്ക് പോകാതെ ഇങ്ങനെ മതവും പറഞ്ഞ് പച്ചത്തെറിയാണ് മതത്തിൽ കൂടെ പറയണത്. അമ്മയും ബാപ്പയും ഉമ്മയൊക്കെ വളരെ മോശമായി, സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ മോശമായിട്ട് പറയണവന്മാർ. പറഞ്ഞാണ് യുവമാർ തിന്നോണ്ട് നടക്കണവന്മാർ, നാണമില്ലാത്തവന്മാർ. ജോലി ചെയ്ത് കഴിക്കണം. ഞങ്ങളൊക്കെ ഓരോ ജോലികളാണ് ചെയ്തത്. അതുകൊണ്ട് ഈ പെൺകുട്ടിയെ കണ്ട എന്ത് വിവരമുണ്ടെന്ന്, അവരെ ഡാൻസൊക്കെ കണ്ട എന്ത് ഭംഗിയുണ്ടെന്ന്, ആഹാരങ്ങൾ കഴിക്കണ്ട. അവരൊക്കെ ഊട്ടുപുരകളിൽ ഓരോരുത്തർ ഓരോ വീഡിയോ ഞങ്ങൾ കാണുന്നുണ്ട്. മുസ്ലിം ഓണം ഭംഗിയായിട്ട് അവരൊക്കെ ആഘോഷിക്കുകയാണ്. ചില ക്രിമികൾ ഇതിൻ്റെ ഇടയ്ക്ക് വരും, 1-2 ക്രിമികൾ. അതിൽ ഒരു മുസ്ലിം കോച്ച് പറഞ്ഞത് ഞങ്ങളെ സദ്യയ്ക്ക് വിളിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ആളിനെന്ന് അറിഞ്ഞു, ഞങ്ങൾക്ക് വിളിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. നൈവേദ്യത്തിന് അവർ ഇങ്ങോട്ട് തരാറുണ്ട്, ഓണത്തിന് ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ഞങ്ങളിതൊക്കെ കൊടുത്ത് തന്നെയാണ് ജീവിക്കുന്നത്, കേട്ടാ. അതുകൊണ്ട് കേരള ജനതയെ നീ ഒന്നും മതം പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി വരണ്ട. അത് കുറച്ച് ദിവസത്തേക്ക് നടക്കും, എല്ലാ കാലവും നടക്കില്ല. ഈ വരുന്ന തലമുറകളെല്ലാം പഠിച്ച് മനസ്സിലാക്കി വന്നിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും നീയൊക്കെ മനുഷ്യത്വം കാണിക്കണം. മനുഷ്യത്വം ഈ സ്ത്രീകളെക്കുറിച്ച്
മോശമായുള്ള പ്രസംഗം കാണുന്നത്. എന്ത് പറഞ്ഞാലും അവസാനം കൊണ്ട് അത് സ്ത്രീകളെ വയ്ക്കും. നിനക്കൊക്കെ പറയാം ജോലിയൊന്നും ഇല്ലടാ, വല്ല ജോലി ചെയ്ത് ജീവിക്കടാ. അറിയാതെ എന്തൊക്കെ പറഞ്ഞാൽ പറഞ്ഞ് അവസാനം ആ സ്ത്രീ എന്ത് പറഞ്ഞാലും ഉമ്മയെ തെറ്റ് പറയുക, വാപ്പയെ പറയില്ല, ഉമ്മയെ പറയുക, പെങ്ങളെ പറയുക. ഇതാണ് നീയൊക്കെ പറയണത്. അങ്ങനെയൊന്നും പറയരുത്. പറയാതെ നല്ല വാക്കുകൾ പറ, നല്ല ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറ. മനസ്സിലായില്ലേ? 5-ാം വയസ്സ് കെട്ടി, 10-ാം വയസ്സ് കെട്ടി. ഇവിടെ കൊച്ചു പിള്ളേരെന്ന് വെച്ചാൽ ഈശ്വരന് സമമാണ്. ഈശ്വരനെ നമ്മൾ എങ്ങനെ കാണും? ആ പിള്ളേർ കളങ്കമില്ലാത്ത പിള്ളേരാണ്. 5 വയസ്സ് 10 വയസ്സൊക്കെ പിള്ളേരായ പിള്ളേരുടെ മനസ്സിനകത്ത് കളങ്കം കാണില്ല. അത് ദൈവത്തിൻ്റെ സമമാണ് ആ കുട്ടികൾ. 5 വയസ്സും 10 വയസ്സായ മനസ്സിലായോ? ഒരു 18-20 വയസ്സിന് മുകളിലാണ് ആ കുട്ടിയൊക്കെ ഒന്ന് ചിന്തിക്കാൻ, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചിന്തിക്കാൻ. അത് ചിന്തിക്കാൻ അറിവില്ല 20 വയസ്സൊക്കെ ആയ. 20 വയസ്സാകുമ്പോൾ അവർ കളിപ്രായമാണ്. അതുകൊണ്ട് നീയൊക്കെ ഈ പിള്ളേരെ വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണും. നമ്മൾ ആ പിള്ളേരെയൊക്കെ കാണിക്കുന്നതൊക്കെ ഇതൊക്കെ ഡാൻസുകളൊക്കെ നിൻ്റെ മോളൊക്കെ എന്ന് കളിക്കുമ്പോൾ നീ എന്ത് സന്തോഷിക്കും. ഇപ്പോൾ ഞാൻ കളിക്കും. ഇപ്പോൾ ആ കളിച്ച കുട്ടികളെല്ലാം ഞാൻ എൻ്റെ സഹോദരിയായിട്ട് എൻ്റെ ചേടാരിയായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ സഹോദരി, എൻ്റെ ചേടാറി. മനസ്സിലായ? ചേടാരി എന്ന് പറഞ്ഞാൽ അറിയാം, സഹോദരിയുടെ മക്കൾ. അങ്ങനെയാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ കാണുന്നത്. അല്ല, ആ കുഞ്ഞുങ്ങൾ താളം വയ്ക്കുമ്പോഴും നൃത്തം വയ്ക്കുമ്പോഴും നമ്മൾ ആ സന്തോഷിക്കുക. സാരിയൊക്കെ കൊടുത്ത് കണ്ട എന്ത് അടിപൊളിയായിട്ട് കളിക്കുന്നത്. അതുകൊണ്ട് നീയൊക്കെ വേറെ ഒരു ഉമ്മയെ ഇത് താത്തേ പൂത്തേ ആ താത്ത എന്ന് പറയുന്നത് തട്ടമിട്ട് കളിക്കരുത്. ആ താത്ത മുമ്പത്തെ വീഡിയോ ഞാൻ കണ്ട് താത്ത ആടി കളിച്ച് വന്നത്. നാണമില്ല നിനക്കൊക്കെ പറയാൻ. നീയൊക്കെ അങ്ങനെ ജീവിക്കുക. ഈ മുസ്ലിം സമുദായത്തിൽ മുഖം കാണിക്കാൻ പാടില്ലെന്ന് പറയും. അങ്ങനെയുള്ളത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകുമ്പോൾ, പണ്ട് നിസാറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ 2 സഹോദരിമാരുണ്ട്. അവരെ ഞാൻ വെളിയിൽ കാണില്ലായിരുന്നു. കഥവിന് അപ്പുറത്ത് നിന്നേ സംസാരിക്കുള്ളൂ. വീട്ടിൽ സുഖം തന്നെ എന്നൊക്കെ ചോദിക്കുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങളെ തമ്മിൽ തല്ലിച്ച് നീയൊക്കെ ചോര കുടിച്ച് കുറേ എണ്ണം ഞങ്ങളെ സഹോദരൻ, ഞങ്ങൾ ഒരു കുടുംബം തന്നെ ഞങ്ങളങ്ങനെ കഴിഞ്ഞ ആൾക്കാരെ നീയൊക്കെ വന്ന് കണ്ട് ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം എന്ന് പറഞ്ഞ് കുറയാതെ. അത് 3 വിഭാഗത്തിലുണ്ട്. ആരും മോശക്കാരനല്ല. 3 പേരും 3ആയി തിരിച്ച് തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്നവന്മാർ തന്നെ. അത് സംശയമൊന്നുമില്ല. കുറേ പള്ളിയിൽ അച്ഛന്മാരുണ്ട്. ഇത് തീറ്റിപ്പോറ്റി ഈ പേരും പറഞ്ഞ് യുവന്മാർ ജോലി ചെയ്യാതെ തിന്നുകൊണ്ട് നടക്കണമാർ. കുറേ കോവിലിലെ പോറ്റിമാരുണ്ട്. യുവന്മാരും കുറേ തിന്നുകൊണ്ട് നടക്കണമാരുണ്ട്. പിന്നെ കുറേ ഈ വരെ ഉസ്താദ് യുവന്മാരുണ്ട്. നീയൊക്കെ ജോലി ചെയ്യാതെ 3 നേരം തിന്നിട ഭക്തിയോടൊപ്പം ജോലിയും ചെയ്തിട്ട് നീ ഭക്തി കാണിക്കുക. നീയൊക്കെ തൊഴിലെടുക്കണം. തൊഴിലെടുത്തിട്ട് ഭക്തി കാണിക്കണം. എന്തെങ്കിലും തൊഴിൽ നിനക്കൊക്കെ പറ്റുന്ന ജോലികൾ ചെയ്ത്. അല്ല ചുമ്മാ 3 നേരം വെട്ടി വിഴുങ്ങിയിട്ട് ആൾക്കാരെ കൊണ്ട് നീ ഇത് അടുപ്പിക്കുന്നതല്ല ജോലി. ഒരുത്തൻ പറഞ്ഞിട്ട് മാവേലി യേശുവാണെന്ന്, പിന്നെ ഒരുത്തൻ പറഞ്ഞ് മാവേലി അള്ളാഹു ആണെന്ന്. ആരോ ആയിക്കോട്ടെ, അള്ളാഹു ആയിക്കോട്ടെ, യേശു ആയിക്കോട്ടെ, പരമശിവനായിക്കോട്ടെ, ആരായാലും കേരളത്തിന് നല്ല ദിവസങ്ങളാണ് അതൊക്കെ. അതിനൊക്കെ അംഗീകരിക്കുക കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഈ ദുഷ്ടശക്തികൾ നീയൊക്കെ ഈ ഒരുപാട് കാലം ഇരിക്കില്ല. മനസ്സിലായില്ലേ? അത് എപ്പോഴായാലും സത്യം ഈശ്വരൻ. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വരും. മനസ്സിലായില്ലേ? അല്ലാത്തുള്ള എല്ലാം അങ്ങ് മാഞ്ഞ് മണ്ണോടഞ്ഞു പോകും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ കേരള ജനത ഉണർന്നു. ഇപ്പോഴുള്ള തലമുറ കുട്ടികൾ ഉണർന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈ ലൈവായി സോപ്പ് തേക്കുമ്പോൾ 2 കീടങ്ങൾ, കൃമി എല്ലാം ചാവും. 2 കൃമികൾ കിടക്കും. ആ കൃമിയിൽ ഒരു കൃമി താത്തയും ഒരു കൃമി ഉസ്താദും. ഈ 2 കൃമികളാണ്. അത് താമസിക്കാതെ അത് സോപ്പ് സ്ഥിരമായി തേക്കുമ്പോൾ അങ്ങ് പോയിക്കോളും കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇനി മേലെങ്കിലും പള്ളിയിലെ ഉദ്യോഗസ്ഥരെ പള്ളിയിലെ കാര്യം നോക്ക്, അമ്പലത്തിലെ ഉദ്യോഗസ്ഥരെ അമ്പലത്തിൻ്റെ കാര്യം നോക്ക്, പിന്നെ മറ്റേ യേശുവിനെ പൂജിക്കുന്ന പള്ളിയിലെ അച്ഛൻ പള്ളിയിലെ കാര്യങ്ങൾ അന്വേഷിക്കുക. അല്ല ഇതിൻ്റെ ഇടയ്ക്ക് മനുഷ്യനെ വെട്ടിത്തിരിച്ച് മതം കുത്തിവെച്ച് അടുപ്പിക്കരുത്. മനസ്സിലായില്ലേ? അങ്ങ് ജീവിച്ച് പോട്ടെ ജനങ്ങളൊക്കെ. നന്നായിട്ട് സന്തോഷമായിട്ട് ഈ വർഷം ഓണം. ഹാപ്പി ഓണം. വളരെ സന്തോഷം. ഞാൻ ഹാപ്പിയാണ്, സന്തോഷമാണ്. താങ്ക് യു.